പാപം ചെയ്യരുത്. അറിയാതെ പാപം വരരുത്. അറിയാതെ പാപം എന്ത് ചെയ്യരുത്? അറിഞ്ഞും അറിയാതെയും ചെയ്യരുത്. എന്നാൽ നമ്മളൊരു 100 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു മിസ്റ്റേക്ക്, എത്ര ശ്രദ്ധിച്ചു പോയാലും എന്ത് ചെയ്യും? ഒരു തെറ്റ് ഉണ്ടാകുമോ? എത്ര പഠിച്ചിട്ട് പോയാലും, എത്ര വായിച്ചിട്ട് പോയാലും ആൻസർ എഴുതുമ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? തെറ്റായി പോകും. അല്ലേ? കുട്ടികളോട് ചോദിച്ചാൽ തെറ്റിപ്പോകും. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകും. സ്തോത്രം. അത് അറിയാതെ സംഭവിച്ചതാ. എന്നാൽ അത് അറിയാതെ തെറ്റായി പോയെന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ്, അയ്യോ ഇതെനിക്ക് അറിയാമായിരുന്നല്ലോ, തെറ്റിപ്പോയി എന്ന് പറയും. അത് ഇതല്ലല്ലോ ഞാൻ എഴുതിയ, ഇതായിരുന്നല്ലോ എഴുതേണ്ടത്, ഇതെനിക്ക് അറിയാമായിരുന്നല്ലോ. എന്താ കാര്യം? അറിയാമായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? തെറ്റിപ്പോയി. സ്തോത്രം. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനഃപൂർവമല്ലാതെ അറിയാതെ തെറ്റുകൾ കടന്നു വരും. സ്തോത്രം. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, അറിഞ്ഞുകൊണ്ട്